ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാരി സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബി ആദർശിനിട്ട് നല്ലൊരു പണി തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ദുബായിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അയാളാകട്ടെ അനന്തപുരിക്കാരോട് നേരത്തെ മുതലേ ശത്രുതയുള്ള ആളാണ്. ആദർശിനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും അതിനുള്ളൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നാണ് അയാൾ പറയുന്നത്. ദുബായിലുള്ള ഇവരുടെ ബ്രാഞ്ചിൽ ഇപ്പം സെയിലൊക്കെ വളരെ കുറവാണ്. അവിടെ മൊത്തത്തിലൊരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് അവിടുത്തെ GM വിളിച്ചിട്ട് ആദർശിനോട് പറയുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ അബിയുടെ ഈ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. അയാളാണ് ദുബായിലുള്ള ഇവരുടെ ജ്വല്ലറി ഇത്രയും അധികം ഇടിഞ്ഞു പോകാൻ കാരണക്കാരനും. ദുബായിലുള്ള ഇവരുടെ ബ്രാഞ്ചസ് ഒക്കെ നശിപ്പിക്കാനായിട്ട് തന്നെ അയാൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അയാൾ അവിടെ ഉള്ളത് അബിക്ക് ഒരു ആശ്വാസമാവുകയാണ്. അങ്ങനെ ആദർശിന് എത്രയും പെട്ടെന്ന് തന്നെ ദുബായിലോട്ട് പോകേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സൊക്കെ ആകെ തകരാറിലാകും. പിന്നെ ആ ബ്രാഞ്ച് അടച്ചു പൂട്ടേണ്ടി തന്നെ വരും എന്നൊക്കെ പറയുക. പോരാത്തതിന് അടുത്തൊരു ബ്രാഞ്ച് കൂടി അവിടെ ഇനോഗ്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ആവശ്യത്തിനും ഇപ്പം ഈ ബ്രാഞ്ചിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സോൾവ് ചെയ്യാൻ ഒരു 2-3 ആഴ്ചയെങ്കിലും സമയം എടുത്തേക്കും എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്നാൽ ആദർശ് അവിടെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ആദർശിനിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അയാളും. അബിയെ വിളിച്ച അയാൾ അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശിന് ഇനി അധികം താമസിയാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അയാൾ ഇവിടെ ലാൻഡ് ചെയ്താൽ പിന്നെ അയാളുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന പോലെ ആയിരിക്കില്ല അയാളുടെ അങ്ങോട്ടേക്കുള്ള തിരിച്ചുവരവ്. അയാളെ കാത്തിരിക്കുന്നത് വലിയൊരു ട്രാജഡി തന്നെയാണെന്നൊക്കെ അയാൾ പറയുക കേട്ടോ അബിയോട്. അത് കേൾക്കുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. എന്നെ ഇവിടെ ഇട്ട് കണ്ണീര് കുടിപ്പിച്ചതല്ല അയാൾ എന്നെ ഓരോ പ്രാവശ്യവും ചവിട്ടി അരച്ച് തരം താഴ്ത്തുമ്പോഴും അതെല്ലാം ഞാൻ ക്ഷമിച്ച് നിന്നവനാ. എന്നെ എല്ലായിടത്തും ചവിട്ടി അരച്ചിട്ടാ അയാൾ ഇപ്പം ഇത്ര മുകളിലോട്ട് പോയിരിക്കുന്നത്. അവിടെ വെച്ചെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കിട്ടണമെന്നൊക്കെ അബി പറയുന്നുണ്ട്. അപ്പം അയാൾ അബിയോട് പറയുന്നുണ്ട്, ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അയാൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ. അവൻ്റെ കാര്യം പിന്നെ ഞാൻ ഏറ്റു. പിന്നെ നിനക്ക് അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടും. അതിന് എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവുമെന്ന് അയാൾ പറയുകയാണ്. അബി ആ ഒരു സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആദർശാണെങ്കിലും നയനയും മുത്തശ്ശനെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് പോകുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് വളരെ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അബിയും ജലജയൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ആദർശ് അങ്ങനെ ടെൻഷൻ അടിക്കുന്നതും. പിന്നെ മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുത്തശ്ശനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ കഴിയത്തുമില്ല. പിന്നെ എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ ആദർശനാണല്ലോ കൂടുതൽ അറിയാവുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ആദർശ് മുൻകൈ എടുത്ത് പോയാലേ നടപടി ആവുള്ളൂ എന്ന് തന്നെ പറയുക. ഇടയ്ക്ക് അജയനും ജയനും ഒക്കെ കൂടിയിട്ട് അനിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ അത്ര വലിയ ഉത്സാഹമൊന്നും അനി കാണിക്കുന്നില്ല. അതേസമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്തിനി നിങ്ങളാരും വിഷമിക്കേണ്ട. ഏതായാലും ഞാൻ തന്നെ ഇവിടെ പോയാലേ ശരിയാകുള്ളൂ. മൊത്തത്തിലൊരു അഴിച്ചുപണി അവിടെ ആവശ്യമുണ്ട്. പറഞ്ഞു വിടാനുള്ളവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് അവിടെ മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ ആ കമ്പനി കൂടി മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷനും കൂടി ഉണ്ടല്ലോ, അതും വളരെ ഭംഗിയായിട്ട് നടത്തണ്ടേ. എന്നാലും ഒരു 2-3 ആഴ്ച എനിക്ക് അവിടോട്ട് മാറി നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. പിന്നെ എനിക്ക് പേടിയൊക്കെ ഉണ്ട്. കാരണം ഈ വീട്ടില് 2 വിഷജന്തുക്കളുണ്ടല്ലോ. അതോർത്തിട്ടുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വിഷമമൊന്നും ഇല്ലാന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. പിന്നെ നയന ഇപ്പോൾ പ്രഗ്നന്റ് ആണല്ലോ. അതുകൊണ്ട് നയനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷനും ആദർശിനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നയനയുമായിട്ട് സംസാരിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ആദർശേട്ടൻ എൻ്റെ കൂടെ ഉള്ളത് തന്നെ എൻ്റെ ധൈര്യം. പിന്നെ 2-3 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴേക്കും അത് വലിയൊരു കാലയളവ് തന്നെയാണ് ആദർശേട്ടൻ എന്ന് പറയുക. ആദർശേട്ടൻ എൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയല്ലേ നയനെ. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യമല്ലേ ഇത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിന് എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശനാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നത്. മുത്തശ്ശനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ പോയാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അനി വേണ്ട വിധത്തിൽ നന്നായിട്ട് നോക്കിക്കോളും. അവനിപ്പം അതിൻ്റെതായ കഴിവും പക്വതയും പ്രാപ്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം അബിയും അബിയുടെ അമ്മയൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് നിന്നെ ഇവിടെ തന്നെയാക്കി വെച്ച് പോകാൻ എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പണികളൊക്കെ തീർത്ത് വരാൻ ഞാൻ നോക്കാൻ തന്നെ ആദർശ് പറയുന്നുണ്ട്. നയനയ്ക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലെങ്കിലും നയന പിന്നെ അങ്ങ് സമ്മതിക്കുകയാണ്. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ അതോർത്ത് നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനും അനിയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള രീതിക്കൊന്നും കടന്ന് ചിന്തിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തന്നെ പറയുകയാണ്. അങ്ങനെ ആദർശിന് ദുബായിലോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയാവുകയൊക്കെയാണ്. അങ്ങനെ 3 ആഴ്ചയോളം അവിടെ താമസിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനയും ദേവയാനിയും ഒക്കെ കൂടിയിട്ട് ആദർശിനെ അതിനെ ഹെൽപ്പും ചെയ്യുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണെങ്കിലും ദേവയാനിക്കും നയനയ്ക്കും ഒക്കെ ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. ദേവയാനി ആ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ടും ഈ വീട് വിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന കാര്യം പറയുമ്പം എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുക. പിന്നെ നയനമോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ
അവളുടെ കൂടെ എപ്പോഴും നീ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നും പറയുകയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അയ്യേ ഇത് എന്താമേ, ഈ നിസ്സാര കാര്യത്തിന് എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഞാനവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നു അല്ലല്ലോ. ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് 2-3 ആഴ്ച അവിടെ പോയി നിൽക്കുന്നു. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമ്പോൾ ഞാൻ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അധികം താമസിക്കൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീർത്തിട്ട് തിരിച്ചു വരാൻ നോക്കുമെന്നും പറയുകയാണ്. ദേവാനി പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല മോനെ, നീ ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു. പ്രത്യേകിച്ച് നയനമോളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും മോളുടെ അടുത്ത് ഉണ്ടായിട്ട് പോലും അബിയും അവൻ്റെ അമ്മയും കൂടെ മോളെ അപായപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്തു അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനും ഉണ്ടെന്നൊക്കെ തന്നെ ദേവയാനി പറയുകയാണ്. പിന്നെ നവിയുടെ സ്വഭാവം അറിയാമല്ലോ, അവളിപ്പോൾ ഏതു നേരവും നയനമോളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള സമയത്ത് മോളെ വിഷമിപ്പിക്കരുതെന്നുള്ളതൊക്കെ അവൾക്ക് അറിയാമല്ലോ. എന്നിട്ടും അവൾ അങ്ങനെയാണോ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി മോളെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അവളുടെ ജോലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനൊരു ആവശ്യം ആയതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ പോകുന്നത്. എൻ്റെ സ്ഥാനത്ത് അനിയോ അല്ലെങ്കിൽ അച്ഛനോ ഇളയച്ചനോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ തന്നെ പോകണ്ടേ? അല്ലെങ്കിൽ പിന്നെ മുത്തച്ഛനായിരുന്നു പോകേണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുത്തച്ഛനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബിസിനസിന്റെ ആവശ്യത്തിന് എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അമ്മയെന്നൊക്കെ തന്നെ ദേവയാനിയോട് പറയുകയാണ്. അപ്പൊ ദേവയാനിയും പറയുന്നുണ്ട്, മോനെന്തായാലും പോയിട്ട് വാ. ഇവിടെയുള്ളവരെ പേടിച്ചിട്ട് മോളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനും എനിക്ക് തോന്നുന്നില്ല. മോളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മോളിപ്പോൾ എൻ്റെ അടുത്തുനിന്ന് മാറുമ്പോൾ തന്നെ എനിക്ക് ആപ്പാടെ വേവലാതിയാന്നൊക്കെ തന്നെ ദേവയാനി പറയുകയാണ്. ദേവയാനി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും തന്നെ ആദർശിന് പിന്നെയും ടെൻഷൻ ആവുകയാണ്. ആദർശ് പിന്നെയും ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ നയനയാണെങ്കിലും ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോകാനായിട്ടെല്ലാം റെഡിയായിട്ട് തന്നെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പോകാൻ നേരത്ത് മുത്തച്ഛനോടും മുത്തശ്ശിയോടും അവിടെ എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടൊക്കെ യാത്രയാകാനൊക്കെ നോക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് തന്നെയാണ് പോകുന്നതും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ സുരക്ഷിതമായിട്ട് തന്നെ പോയിട്ട് വാ. കേട്ടിടത്തോളം അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല. എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. നമുക്കവിടെ നേരിട്ട് ബലമൊന്നും ഇല്ലെങ്കിലും എനിക്ക് പിടിപാടുള്ള ഒരുപാട് പേര് അവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് മോനൊന്നും കൊണ്ട് തന്നെ പേടിക്കേണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ ഒന്ന് വിളിച്ചാൽ മതി, അവർ ഓടി എത്തിക്കോളും എന്നൊക്കെ തന്നെ പറയുക. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും മോനോട് ഞാൻ പറയണ്ടല്ലോ. കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുക. എന്തെങ്കിലും തിരിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരോ ഒക്കെ കാണിക്കുന്ന സ്റ്റാഫുകളുണ്ടെങ്കിൽ അവരെ ആ സമയം തന്നെ ടെർമിനേറ്റ് ചെയ്യുക. പകരം പുതിയ ആൾക്കാരെ എടുത്തുകൊണ്ട് തന്നെ അവിടുത്തെ ബിസിനസ്സൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. മൊത്തത്തിൽ ഒരു അഴിച്ചുപണി അവിടെ ആവശ്യമുണ്ടെന്ന് തന്നെ മുത്തശ്ശനും പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ. എനിക്കറിയാമല്ലോ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ ഇത്. അതൊന്നും അവിടെ പോയി എല്ലാം ഒന്ന് ശരിയാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൽ ഇത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ പോകാത്ത സ്ഥലമൊന്നും അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്കില്ല മുത്തശ്ശ. ഞാൻ എന്തായാലും വേണ്ട രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളാം. എന്നെ ഓർത്ത് ആരും ഇവിടെ ടെൻഷൻ അടിക്കേണ്ടെന്ന് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കുമ്പം അബിക്കൊരു സംശയം ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അയാളെ കൊണ്ടും ഇവനെ തളയ്ക്കാൻ പറ്റത്തില്ലേ? ഈ കളവന് എവിടെയൊക്കെയാ പിടിപാടുള്ളത്? ഇനിയിപ്പം ഇയാളെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ലല്ലോ. അയാൾ ഇനി എന്തൊക്കെയാണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെയുള്ളത് ആർക്കറിയാം? ഇത്രയും നേരം ആഗ്രഹിച്ചൊക്കെ വെറുതെ ആയി പോവോ? ഇനി ഇയാൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഗൾഫല്ലേ, ഇവിടെ കിടന്ന് കാണിക്കുമ്പോലൊന്നും അവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പിടിപാടൊന്നും അവിടെ പറ്റത്തില്ലല്ലോ. എന്റെ സുഹൃത്ത് കുറെ അധികം വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളല്ലേ. എന്തായാലും ഈ കിളവിനേക്കാളും പിടിപാടൊക്കെ അയാൾക്കുണ്ട്. നോക്കാം, അയാളോട് ഏറ്റുമുട്ടാൻ ഇവനെ കൊണ്ടാവുമെന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ നോക്കാന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ജലജ ഉടനെ ചോദിക്കുന്നുണ്ട് അബിയോട്, കേട്ടോടാ, അയാൾ പറഞ്ഞു നീ കേട്ടില്ലേ? അയാൾക്ക് അവിടെയും പിടിപാടുണ്ടെന്നത്രേ. പിന്നെ നീ കണ്ടു വെച്ചേക്കുന്ന ആള് വീണ്ടും ഇവിടെ തോറ്റു തുന്നമ്പാടി പോകേണ്ടി വരുമോ? അവിടെയും അവസാനം പണി നിനക്ക് കിട്ടാതിരുന്നാൽ കൊള്ളാന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇനി അതും കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഒരു സ്ഥാനം ഇല്ലെന്നുള്ള കാര്യം നീ ഓർത്തോണം. പിന്നെ എല്ലാരും കൂടെ നമ്മളെ ഇവിടുന്ന് തൂത്തുവാരി പുറത്തെറിയും. അബി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതമ്മേ. ഇത് എപ്പോഴും പറയുമ്പോലല്ല. അയാൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര പാവമൊന്നുമല്ല. അയാൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ പിന്നോട്ട് പോവുകയല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അയാൾക്ക് നേരത്തെ മുതലേ മുത്തച്ഛനോടും ആദർശനോടും ഒക്കെ ദേഷ്യമുള്ളതാ. ഈ കുടുംബത്തിന് നേരെ എങ്ങനെയെങ്കിലും കരുവാരി തേക്കണം എന്നുള്ളത് അയാൾ നേരത്തെ മുതലേ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. ഇപ്പൊ അയാൾക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അയാളുടെ പ്ലാനിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഒന്നും ബാധിക്കത്തില്ല അമ്മേ. അവിടെ അയാളും ആദർശം തമ്മിലാ പോരാട്ടം. അവിടെ തോറ്റ അയാൾക്കല്ലേ പോവുള്ളൂ. നമുക്കതുകൊണ്ട് എന്ത് നഷ്ടം ഉണ്ടാകാനാ? നമ്മൾ അതിനൊരു വഴി വെട്ടി കൊടുത്തെന്നല്ലേ ഉള്ളൂ. നമ്മളെ ഒന്നും ഇത് ബാധിക്കത്തില്ല അമ്മ. ഇനി വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ച് ഇതൊന്നും വലിയ പ്രശ്നമാക്കാൻ നിൽക്കരുതെന്നൊക്കെ തന്നെ പറയുകയാണ്.
അങ്ങനെ ആദർശ് അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ദേവയാനിയും നയനിയും മുത്തശ്ശിയൊക്കെ കൂടി ചെറിയൊരു കണ്ണീരോട് കൂടി തന്നെയാണ് ആദർശിനെ യാത്രയാക്കുന്നതും. അങ്ങനെ ആദർശ് അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ ആദർശിനെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ കമ്പനിയിലെ GM-ഉം അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കറണ്ട് ഇഷ്യൂസൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് അവിടുത്തെ GM തന്നെ ആദർശിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ വലിയൊരു ചതിയൊക്കെയാണ് നടന്നത്, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പുതിയതായിട്ട് ചേർന്ന കുറച്ച് സ്റ്റാഫുകളെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചതി നടന്നിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചു കയറിയേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. ആദർശാണെങ്കിലും ഒരാഴ്ച മണിക്ക് തന്നെ തയ്യാറായിട്ടാണല്ലോ അവിടെ പോയേക്കുന്നത്. എന്തായാലും നോക്കാം, താൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാവരോടും ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ തന്നെ ആദർശം പറയുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഓഫീസറായിട്ടൊക്കെ ചെന്നിട്ട് എല്ലാവരോടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതും ആദർശന്റെ പേരും പറഞ്ഞിട്ടാണ് അവിടെ വലിയ ചതിയൊക്കെ നടന്നിട്ടുള്ളതും. എല്ലാ സ്ഥാപനങ്ങളിലെയും MD ആദർശ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ആദർശന് മേലിൽ തന്നെയാണ് ഒരു കുരുക്ക് വീഴുന്നതും. എന്തായാലും ആദർശനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ അബിയുടെ സുഹൃത്ത് എല്ലാ തിരിമറികളും നടത്തിയിട്ടുള്ളതും. ആദർശ് നാട്ടിലിരുന്നോട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വ്യാജ ഇടപാടുകളൊക്കെ നടത്തിയെന്നൊക്കെയുള്ളത് എല്ലാം തെളിവ് സഹിതം അവർ കണ്ടുപിടിക്കുന്നൊക്കെയുണ്ട്. അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ആകെ വന്നുപെട്ടിരിക്കുന്നത് ഒരു ഊരാ കുടുക്കിലേക്കാണെന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയാണ്. ഇവിടുന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ഇതിന്റെ പിന്നില് വ്യക്തമായ ധാരണയോടുകൂടി തന്നെ ആരോ കളിച്ചിട്ടൊക്കെ ഉണ്ടെന്നുള്ളത് ആദർശിന് മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശനോടും അജയനോടും ജയനോടും ഒക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളെ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് മാത്രം ആദർശിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മുത്തശ്ശനോടും ജയനോടും അജയനോടും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും അവർക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആദർശ് അവരോട് പറയുന്നുണ്ട്, നയന ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നയനയോടും അതുപോലെ അമ്മയോടും ഒന്നും പറയണ്ട. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പഴയതുപോലെ കമ്പനിയെ മാറ്റിയെടുക്കാൻ കുറച്ച് സമയം ആവശ്യം വരും. കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും മുത്തശ്ശ എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് ആദർശ് ഇപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലല്ല. അവനാകെ അവിടെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അവനിലിപ്പം വല്ലാത്തൊരു പ്രഷറുണ്ട്. അവന് തന്നെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ മനസ്സിലാക്കുന്ന മുത്തശ്ശൻ ആദർശനെ സമാധാനിപ്പിക്കുകയാണ്. മോനെ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പല സമയത്തും ഉണ്ടാകുന്നതല്ലേ. അതുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ എൻ്റെ 3-4 സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരുടെ നമ്പർ നിനക്ക് തരാം. നീ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അവർ നിന്നെ സഹായിച്ചോളും. നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ്. നിനക്ക് വേണ്ട എന്ത് സഹായവും അവർ ചെയ്തു തരും, അതുകൊണ്ട് അതൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും നമുക്ക് സമാധാനത്തോടെ തന്നെ നമുക്ക് ചെയ്യാന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ അബിയുടെ സുഹൃത്ത് അബിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ഇപ്പൊ വല്ലാത്തൊരു കുടുക്കിൽ തന്നെ പെട്ടിരിക്കുക. ആ കുടുക്കിന്ന് അയാൾ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടത്തില്ല. ഈ സമയം കൊണ്ട് തന്നെ നിനക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നുള്ളത് നിനക്കറിയാവല്ലോ. പോരാത്തതിന് ഇതിപ്പോ ഒരു കേസും വഴക്കുമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു അട്ടിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ലീഗൽ പ്രൊസീജിയറൊക്കെ വെച്ചിട്ട് അത്ര പെട്ടെന്നൊന്നും അയാൾക്ക് നാട്ടിലോട്ട് തിരിച്ചു വരാൻ കഴിയില്ല. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 6 മാസമെങ്കിലും എടുത്തേക്കും. അതുകൊണ്ട് ഇയാൾ കുറച്ച് നാൾ ഇവിടെ കിടന്ന് നരയിക്കട്ടെ. ഈ നൂലാമാലകളൊക്കെ തീർത്ത് അയാൾ നാട്ടിലോട്ട് വരാൻ കുറച്ചധികം തന്നെ സമയമെടുക്കും. ആനന്ദമൂർത്തിയും അയാളുടെ വീട്ടുകാരും അയാളെ സ്നേഹിക്കുന്നവരും ഒക്കെ കുറച്ച് നാൾ ഇങ്ങനെ ഇത് ഓർത്ത് വിഷമിക്കട്ടെ എന്നൊക്കെ തന്നെ ആ സുഹൃത്ത് അബിയോട് വിളിച്ച് പറയുകയാണ്. അബിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തിലാണ്. എന്നിട്ട് നവിയോടും ജലജയോടും ഒക്കെ കൂടിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അയാൾ അവിടെ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുക. കുറഞ്ഞത് ഒരു 3-4 മാസമെങ്കിലും എടുക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ. അയാൾ കമ്പനിയെ മോടി പിടിപ്പിക്കാനായിട്ട് പോയതല്ലേ. ഇനി കുറച്ച് നാൾ അവിടെ കിടന്ന് അയാൾ നരയിക്കുന്ന കാണാം. അത്ര പെട്ടെന്നൊന്നും അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അയാൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലെന്നാ എന്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്. എന്തായാലും ഇവിടെ നമ്മളെ ഇട്ട് കുറെ ബുദ്ധിമുട്ടിച്ചല്ലേ, ഇനി അയാൾ അവിടെ കിടന്ന് കുറച്ച് ബുദ്ധിമുട്ടട്ടെ. അയാൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഇവിടെയുള്ളവർ സങ്കടപ്പെടട്ടെ, ഇവിടെയുള്ളവരിരുന്ന് കരയട്ടെ. അത് കണ്ട് നമുക്കും ഒന്ന് സമാധാനിക്കാൻ എന്നൊക്കെ തന്നെ ജലജയോടും നവിയോടും പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ആദർശന് അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും മുത്തശ്ശൻ വേറെ രീതിക്ക് മുത്തശ്ശൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കമ്പനിയുടെ പേരിലുള്ള കേസും എല്ലാം ഒത്തുതീർപ്പാക്കാനും അതുപോലെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഒക്കെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്